നിരോധിത ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ വീണ്ടും പൊട്ടിമുളയ്ക്കുന്നതായി വിവരങ്ങൾ പുറത്ത്. പല രീതിയിലും ഭാവത്തിലും വീണ്ടും സജീവമാകുന്നു എന്നാണ് വിവരങ്ങൾ. അടുത്തിടെ വരുന്ന ചില മോണ്ടിസോറി സ്കൂളുകൾ, അക്യുപങ്ക്ചർ ചികിത്സാ കേന്ദ്രങ്ങൾ, ഇവയ്ക്ക് പിന്നിൽ നിരോധിത ഭീകര സംഘടനയുടെ അംഗങ്ങളുടെ കൈയുണ്ട് എന്ന് സംശയിക്കുന്നതായി വിവരങ്ങൾ. PFI നിരോധനത്തോടെ വിദേശ ഫണ്ട് വരവിന് കുറവ് സംഭവിച്ചിരുന്നു. ഇതോടെ സജീവ പ്രവർത്തകരായ പലരും അറബ് രാജ്യങ്ങളിൽ ജോലിക്കായി ചേക്കേറി എന്നാണ് വിവരങ്ങൾ. നാട്ടിൽ നിന്ന് പ്രവർത്തനം സജീവമാക്കുന്ന വിഭാഗങ്ങളാണ് SDP മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളിലും ചേക്കേറിയത്. അതിനു പുറമെയാണ് സന്നദ്ധ പ്രവർത്തനങ്ങളുടെ മറവിൽ മോണ്ടിസോറി സ്കൂളുകൾ, അക്യുപങ്ക്ചർ ചികിത്സാലയങ്ങൾ, ജിം പരിശീലന കേന്ദ്രങ്ങൾ എന്നിവയുടെയൊക്കെ മറവിൽ രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ് സൂചന. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവർത്തിക്കുന്ന ഒരു മോണ്ടിസോറി സ്കൂൾ PFIയുടെ ആയുധ പരിശീലകനായിരുന്നു. ആയോധന കലയിൽ പ്രാവീണ്യമുള്ള ഈ വ്യക്തി വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ടിരുന്ന വ്യക്തിയാണെന്നാണ് വിവരങ്ങൾ. ഇപ്പോൾ ഇയാൾ ജാമ്യത്തിലിറങ്ങിയെന്നും മുൻപ് ചില വിദ്യാലയങ്ങളിൽ മോട്ടിവേഷൻ ക്ലാസുകൾ നടത്തിയെന്നുമൊക്കെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടാണ് വിദ്യാലയങ്ങളുടെ ചുമതലക്കാർ ഇയാൾ PFIക്കാരനാണ് എന്ന് പോലും തിരിച്ചറിഞ്ഞത്. 2047 ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ സർവീസ് ടീം കൊലയാളി സംഘവും ദാവുൽ ഖാസ സമാന്തര കോടതിയും പ്രവർത്തിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ നടന്നത് 2023 ജനാധിപത്യം അട്ടിമറിച്ച് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാനും കേരളത്തിലെ ഇതര മതസ്ഥരായ വ്യക്തികളെ ഇല്ലാതാക്കാനും പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യമിട്ടു എന്ന് NIA സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് NIAയുടെ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത്. ജനാധിപത്യ ഭരണകൂട സംവിധാനത്തെ പടിപടിയായി ഇല്ലാതാക്കി രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ശതാബ്ദി വർഷത്തിൽ, അതായത് 2047 മതാധിഷ്ഠിത രാഷ്ട്രമാക്കി പരിവർത്തനം ചെയ്യുക എന്ന വലിയൊരു ആസൂത്രണത്തിന്റെ ഭാഗമായ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളാണ് PFI നടപ്പിലാക്കി തുടങ്ങിയത് എന്നാണ് കുറ്റപത്രങ്ങളിൽ NIA പറയുന്നത്. ഇസ്ലാമിക രാഷ്ട്ര സൃഷ്ടിക്ക് ധനസമാഹരണം നടത്തിയെന്നും കുറ്റപത്രത്തിലുണ്ട്. നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെ അടിസ്ഥാനമാക്കി മുൻകൂട്ടി തിരഞ്ഞെടുത്ത വ്യക്തികളെ ഇല്ലാതാക്കാൻ ആയുധ പരിശീലന വിങ്ങിനെ ഉപയോഗിച്ച് ശ്രമിച്ചതായും കുറ്റപത്രത്തിൽ പറയുന്നു. റിപ്പോർട്ടേഴ്സ് വിംഗ്, ആയോധന സായുധ പരിശീലന ശാഖ, സർവീസ് ടീമുകൾ ഇവരുടെ പരിശീലനത്തിനായുള്ള ക്യാമ്പുകൾ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നു. ഈ വ്യക്തിയുടെ, അതായത് ആലപ്പുഴ ഹരിപ്പാട് ഭാഗത്ത് ഒരു സ്കൂൾ നടത്തിയിരുന്ന വ്യക്തിയുടെ ഭാര്യയുടെ പേരിലാണ് ഈ സ്കൂൾ നടത്തുന്നത്. ഇവിടെ മുൻ PFIക്കാരും SDPAക്കാരും സ്ഥിരമായി എത്തുന്നതായും രഹസ്യയോഗങ്ങൾ നടത്തുന്നതായും അടുത്തിടെ ഈ സ്കൂളിലെ ചെറിയ കുട്ടികളെ മുൻകൂർ അനുമതിയില്ലാതെ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചുവെന്നും വിവരങ്ങളുണ്ട്. പോലീസിങ്ങിനെ കുറിച്ച് കൊച്ചുകുട്ടികളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്ദർശനം എന്നാണ് പുറത്തു പറഞ്ഞത്. ഈ വ്യക്തിയും മറ്റു ചില PFIക്കാരും കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നതായിട്ടാണ് വിവരങ്ങൾ. പോലീസുമായി അടുപ്പം ഉണ്ടാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഇത്തരം രീതികൾ എന്നാണ് മറ്റൊരു സൂചന. ഇതിനു മുൻപ് കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ അക്യുപങ്ക്ചർ ചികിത്സാ കേന്ദ്രം എന്ന പേരിൽ സ്ഥാപനങ്ങൾ തുടങ്ങി അവിടെയും PFI യോഗങ്ങൾ സ്ഥിരമായി നടത്തിയിരുന്നു എന്നാണ് ആരോപണം. 2022 PFI നിരോധിക്കുമ്പോൾ ഒമാൻ തൊട്ട് തുർക്കി വരെ അതിശക്തമായ വേരുകൾ പോപ്പുലർ ഫ്രണ്ടിന് ഉണ്ടായിരുന്നു. ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായ പോലെ വിവിധ രാജ്യങ്ങൾ വിവിധ രൂപത്തിൽ വേഷമാറിയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ. ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന വിവരപ്രകാരം ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം, ഇന്ത്യൻ സോഷ്യൽ ഫോറം, റിഹാബ് ഇന്ത്യൻ ഫൗണ്ടേഷൻ എന്ന 3 മുന്നണി സംഘടനകളുമായി പോപ്പുലർ ഫ്രണ്ടിന് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ജമാഅത്തെ ഇസ്ലാമി, PFI, SDPA തുടങ്ങിയ സംഘടനകളുടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ മിക്കപ്പോഴും സന്ദർശിക്കാറുള്ള ഒരിടമാണ് UAE. പ്രധാനമായും അബുദാബി, ദുബായ് എന്നിവിടങ്ങളാണ്. കൂടാതെ എമിറേറ്റ്സ് ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം, ഇന്ത്യൻ കൾച്ചറൽ സൊസൈറ്റി, കർണാടക ചാപ്റ്റർ തുടങ്ങിയവ ദുബായിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മുന്നണികളായാണ് പ്രവർത്തിക്കുന്നത്. ISF, IFF എന്നിവയ്ക്കൊപ്പം ഒമാനിലെ സോഷ്യൽ ഫോറത്തിന്റെ കുടക്കീഴിലാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനം നടത്തിയിരുന്നത് എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. PFIയുടെ കേരള രഹസ്യ വിഭാഗമായ NDFും ഒമാനിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ. അതിനൊപ്പം NDF തർബിയയിലൂടെ റാഡിക്കൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ഹവാല വഴി 44 ലക്ഷം രൂപ പോപ്പുലർ ഫ്രണ്ടിന് നൽകുകയും ചെയ്തിരുന്നു എന്നും കണ്ടെത്തിയിരുന്നു. റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷനിലേക്ക് പണം നേരിട്ട് അയച്ചിട്ടുണ്ട് എന്നും NIA വെളിപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാൻസ്.